ജീവനെ നിത്യം പരിപാലിക്കുന്നവനാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായി നയിക്കും. സകലത്തിന്റെയും നാഥനായ എന്നേക്കും. എന്റെ സഹോദരൻ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നതാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യയോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19 വചനങ്ങൾ 3 മുതൽ 11 വരെ. ഫരീസയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അനുവദിച്ചിട്ടൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇരിഞ്ഞാലക്കുട രൂപതയുടെ മുൻ രൂപത ഡയറക്ടറായിരുന്ന സോഷ്യൽ ആക്ഷൻ ഡയറക്ടറായിരുന്ന സ്നേഹം നിറഞ്ഞ പിൻസിയിലത്തച്ച ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട പോൾ പൂക്കനച്ച, അതോടൊപ്പം തന്നെ ജോബിയുടെയും എമ്മിയുടെയും ഈ വിവാഹകർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന
എല്ലാ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതാനും സമയങ്ങൾക്കുള്ളിൽ ജോബി രമ്യയുടെ കഴുത്തിൽ മിന്നു ചാർത്തുകയാണ്. ജോബിയെ കുറിച്ച് പറയുമ്പോൾ ജോബി ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയും നല്ല ആധ്യാത്മികതയുള്ള മാതാപിതാക്കളെ ജോലിച്ചേട്ടനും അനുഭവിച്ച് ഉത്തമ വിശ്വാസം നൽകി വളർത്തിയ മകനാണ്. ഇവിടെ സംഘടനകളിലൊക്കെ ഏറ്റവും സജീവമായി പ്രവർത്തിച്ച വ്യക്തി. അപ്പോൾ നമുക്കറിയാം, ജോബിക്ക് വേണ്ടതായ ആഴമായ വിശ്വാസം, മാതൃകാപരമായ ജീവിതം നയിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ഭാഗം കഴിഞ്ഞ് ആ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികളൊക്കെ തൻ്റെതൊക്കെ കൂടുമെന്ന് കണ്ടിട്ട് വലിയ കുറവില്ല, കൂടുതലില്ല, നന്നായിരിക്കും. എനിക്ക് ചെറിയ ആശങ്കയില്ലായിരുന്നു ജോബി ആ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ. കർത്താവ് വിശ്വസിക്കായി ജോബിക്ക് ആ ഭാഗമാണ്, എല്ലാവരും അല്ല. എന്നാൽ ചിലതൊക്കെ സംഭവിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, തെക്ക് ഭാഗക്കാർ ഈ പ്രാവശ്യം കുറച്ച് ദിവസം മുമ്പ് വന്നത് ഓർക്കെയാണ്. എൻ്റെ അച്ഛൻ തൃശ്ശൂർക്കാരെ വിശ്വസിച്ചുകൂടാ. അവര് പുറമേക്കൊക്കെ നല്ലതാണ്, കയ്യിലിരിപ്പ് വലിയ മോശം, വലിയ കുഴപ്പമില്ല. എന്നിരുന്നാലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. രമ്യ ജോബി പിന്നെ ചാർത്തുമ്പോൾ ജോബിക്ക് വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ ജോബിയും രമ്യയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ വിശ്വാസം പിതാക്കള് വേണ്ടത്ര വിശ്വാസ ജീവിതത്തിൽ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും ചെയ്യാൻ സ്നേഹം നിറഞ്ഞ ബിസിനസ് ഇന്ന് ഞായറാഴ്ചയായിട്ടും ഏറെ ത്യാഗത്തോടെ എത്തിയിട്ടുണ്ട്. അച്ഛനെ കുദാശ പരികർമ്മം ചെയ്യുന്നത് വഴിയായിട്ട് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി വിവാഹത്തിൽ ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണമായി ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാക്കുവാൻ, ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരതരായി ജീവിക്കുവാൻ കർത്താവേ, ബലവാനായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവർ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യവിധം നൽകുവാൻ ഇവരെ തയ്യാറാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഇതിൽ കടമകൾ പങ്കെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആദിയിൽ പുരുഷന് ജീവിതസഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യാൻ വിലക്കിനരായി ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ പ്രഭാവനം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ വിവാഹ ഉടമ്പടിയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ രമ്യയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കും. രമ്യ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോബിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കും. സാക്ഷികൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോമിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെയും പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ ഇഷ്ടത്തിലും ഒരു ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഈ താലി പ്രതീകമായിരിക്കുന്ന കുരിശ് ശക്തി നൽകട്ടെ. ഒരു വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവരെ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആസ്വദിക്കണമേ. എപ്പോഴും കൃപാവരത്തിന് മനുഷ്യാത്മാലംഘിക്കുന്ന കാരണവാനായ കർത്താവെ, ഈ മന്ത്രകൂടി അങ്ങ് ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ഇതിനെ ധരിക്കുവാൻ ദമ്പതിമാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രമണി ധരിപ്പിച്ച കർത്താവെ, ലോകത്ത് നിഷ്കളങ്കരായി ജീവിക്കുവാൻ സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം നേരുന്നവരെയും പുരാക്കണമേ. എപ്പോഴും സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാ ജോബിയും രമ്യയും അവരുടെ ജീവിതത്തിൻ്റെ പ്രതിജ്ഞ ശുദ്ധഗ്രന്ഥം സാക്ഷിയാക്കി എടുക്കുകയാണ്. നമുക്ക് അവരോടൊപ്പം വീടെടുക്കുന്ന പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടുപേരും ചെലുത്തരുന്ന പ്രതിജ്ഞ അവർക്ക് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ഇതിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവർ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങൾ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കുവാൻ നിങ്ങൾ അവിടെ യോഗ്യരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരാ
ഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ. കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപപ്പെടുത്തലെ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഭയുടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അതൊന്ന് പാലന ചെയ്യാൻ ഭാവിയായ എന്നെയും എൻ്റെ അവിടനെയുമായ സ്നേഹത്തിനെ സ്തുതിയാണ്. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് അവിടുത്തെ കാരണത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കർത്താവ് ശിവയുടെ ശരീരവും തിരുരക്തവും നിത്യജീവൻ പ്രദാനം ചെയ്യട്ടെ. സ്നേഹ